Hi friends, hello, welcome to our YouTube channel Anjali Delights. ഞാൻ ദിലീപാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ IMUCTയുടെ അഡ്മിഷന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. IMUCTയുടെ അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ് എല്ലാവർക്കും കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ടാവും, കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. കുറെ പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എപ്പോഴാണ് നമ്മളെ ഒരു DG ഷിപ്പിംഗ് കോളേജിലേക്ക് നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയയിലുള്ള കാര്യങ്ങളെല്ലാം ഉള്ള ഒരു കോളേജിൽ എപ്പോഴാണ് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറെ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഫസ്റ്റ് അലോട്ട്മെന്റ് കുറെ പേർക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കോളേജിന്റെ സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സെക്കൻഡ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ വരുന്ന മാസം, അതായത് ജൂൺ മന്ത് ലാസ്റ്റും ഇല്ല എന്നുണ്ടെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് ഈ റിസൾട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ IMU വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ IMUയുടെ യൂസർ നെയിമും അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും കൂടി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് തുറക്കുന്നതായിരിക്കും. തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോക്കേറ്റഡ് ആയിട്ടുള്ള കോളേജ് നിങ്ങൾക്ക് അതിൽ ഓപ്ഷനിൽ കാണിക്കുന്നതായിരിക്കും. അലോക്കേറ്റഡ് ആയിട്ടുള്ള കോളേജും സീറ്റും നിങ്ങൾക്ക് അവൈലബിൾ അതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ആയെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ 30,000 രൂപ ഇവിടെ ഫീ അടച്ച് നിങ്ങൾക്ക് ആ സീറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൈ വിട്ടുപോകും. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യേണ്ടതാണ്. ഇല്ല, അതല്ല നമുക്ക് വേറൊരു കോളേജിലാണ് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ആ കോളേജിലേക്ക് ഏത് കോഴ്സാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ കോളേജിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡേഷൻ ഓപ്ഷനിൽ പോയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്ഗ്രേഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സീറ്റ് അവിടെ അവൈലബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് കിട്ടുന്നതായിരിക്കും. അതല്ല, നിങ്ങൾ ഇപ്പൊ കിട്ടിയതിലും നിങ്ങൾ ഫീ അടക്കാതെ വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതും കിട്ടില്ല, അവസാനം അടുത്ത വരാൻ പോകുന്ന അപ്ഗ്രേഡേഷനും കിട്ടാതെയായി പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഫീ അടക്കേണ്ടതാണ്. പിന്നെ കുറെ പേർക്ക് ചോദ്യം ഉണ്ടാവും, ഈ ഫീ തിരിച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ കോളേജ് ചേരുമ്പോൾ ഫീ തിരിച്ചു കിട്ടുമോ? ഇല്ല, ഒരിക്കലും റീഎംബേഴ്സ് ചെയ്യുന്നതായിരിക്കില്ല. ഈ ഫീ നിങ്ങൾ അടച്ചു കഴിഞ്ഞാലും അടച്ചില്ലെങ്കിൽ സീറ്റ് പോകും. അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോളേജല്ല വേറെ കോളേജാണ് വേണ്ടെങ്കിൽ ആ കോളേജിലേക്ക് കൊടുക്കും, വേറെയും പൈസ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ പൈസ തിരിച്ചു കിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു സീറ്റ് ബുക്കായെന്ന് തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? ആ കോളേജിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും. അവർ ഡേറ്റ് തരും, അതിൽ മെയിൽ വരും. മെയിൽ വന്നു കഴിഞ്ഞാൽ ആ ഡേറ്റിലേക്ക് നിങ്ങൾ ആ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ സാധനങ്ങൾ കയ്യിൽ കരുതണം? ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങളുടെ പാസ്പോർട്ടിന്റെ കോപ്പി, അതായത് നിങ്ങൾക്ക് കമ്പൾസറി എന്തായാലും പാസ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് പാസ്പോർട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോയിട്ട് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം അതിന്റെ ഫോം നിങ്ങൾ അവിടെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് കോളേജ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ പാസ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് കോപ്പി ആൻഡ് ബാക്ക് കോപ്പിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അത് നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് IMUCT എക്സാമിന്റെ റിസൾട്ട് കോപ്പി. പിന്നെ വരുന്നത് സ്പോൺസർഷിപ്പ് എക്സാമിനേഷന്റെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് +2 സയൻസ് PCM ആൻഡ് ഇംഗ്ലീഷിൽ എത്രത്തോളം മാർക്ക് കിട്ടിയെന്നുള്ള അതിന്റെ മാർക്ക് ഷീറ്റും, പിന്നെ SSLC എന്ന് പറഞ്ഞാൽ നിങ്ങളെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് SSLC കോപ്പി ചോദിക്കുന്നത്. പിന്നെ വരുന്നത് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. അല്ല, SC ST OEC എന്ന വിഭാഗത്തിൽ പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും നിങ്ങൾ അതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. കൂടാതെ പാസ്പോർട്ട് സൈസിന്റെ 2 ഫോട്ടോ ഇതും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള നല്ല സിവിൽ ഡ്രസ്സിൽ നല്ല ഷേവ് ഒക്കെ ചെയ്തിട്ട് നല്ല കുട്ടപ്പനായിട്ട് ഒരു നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ കൊടുക്കാവുന്നതാണ്. കൂടാതെ കുറേയേറെ ഫോട്ടോസ് ഇനി ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറേ തന്നെ ഫോട്ടോസ് നിങ്ങൾ എടുത്തിട്ട് അതേ ഫോട്ടോ നിങ്ങൾ കയ്യിൽ വെക്കാവുന്നതാണ്. പക്ഷെ 2 ഫോട്ടോ നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. ഇതൊക്കെ കൊടുത്തിട്ട് ഇതിന്റെ കൂടെ നിങ്ങൾ ഫീ അടച്ചത്, അതായത് ഫസ്റ്റ് ആയിട്ട് ഓൺലൈനിലേക്ക് കൂടി നിങ്ങൾ അടച്ച അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് 30,000 രൂപ. അതിന്റെ PDF ഫയൽ എടുത്തിട്ട് അതിൻ്റെ കോപ്പിയും കൂടി നിങ്ങൾ ഇതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ വെരിഫിക്കേഷൻ ചെയ്ത് ഇതൊക്കെ ക്ലാരിറ്റി ആയി ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് പറഞ്ഞാൽ കോളേജിന്റെ ഫസ്റ്റ് സെമസ്റ്റർ ഫീ അടക്കേണ്ടതുണ്ട്. കോളേജിന്റെ ഫസ്റ്റ് സെമസ്റ്റർ ഫീ അടക്കേണ്ടത് 1,22,500 രൂപയാണ് അടക്കേണ്ടത്. പിന്നെ വരുന്നത് 30,000 രൂപയുടെ ഒരു ഫീ ആണ് വരുന്നത്. കൂടാതെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെഡിക്കൽ ടെസ്റ്റ് ആണ്. അതായത് DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ഡോക്ടേഴ്സിന്റെ മെഡിക്കൽ സെന്ററിൽ പോയി കാണിച്ച് മെഡിക്കൽ ടെസ്റ്റ്, അതായത് ഐസൈറ്റ്, നമ്മുടെ ബ്ലഡ്, യൂറിൻ ഇതൊക്കെ ചെക്ക് ചെയ്ത് മെഡിക്കൽ ടെസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ അടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീ ആണ് അടക്കേണ്ടത്. അതായത് 2 DD ആണ് നമുക്ക് എടുക്കേണ്ടത്. ഒന്ന് ഫസ്റ്റ് സെമസ്റ്ററിന്റെ
ഫീ, അതായത് 1,22,500 രൂപയാണ് DD എടുക്കേണ്ടത്. പിന്നെ വരുന്നത് 30,000 രൂപയുടെ കോഷൻ ഡെപ്പോസിറ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടി വരിക. സോ ഈ 2 പൈസയും നമ്മൾ DD ആയിട്ടാണ് എടുക്കേണ്ടത്. ഇത് ഓൺലൈൻ ട്രാൻസ്ഫറോ അല്ലാന്നുണ്ടെങ്കിൽ കാർഡോ ഇത് എടുക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അതിന് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിയറസ്റ്റ് ബാങ്കിൽ പോയിട്ട് ഈ 2 ഇതും DD ആയിട്ട് എടുക്കേണ്ടതാണ്. അതായത് IMU അണ്ടറിൽ വന്നിട്ട് ഏത് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കോളേജിന്റെ പേരും വെച്ചിട്ട് നിങ്ങൾ DD എടുക്കേണ്ടതാണ്. സോ വെബ്സൈറ്റിൽ അതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് എന്താണ് നിങ്ങൾ DD എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ വെബ്സൈറ്റ് പേജിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് അത് എഴുതിയിട്ട് ആ 2 DD നിങ്ങൾ മുൻകൂട്ടി കരുതേണ്ടതാണ്. സോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെടാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു തെറ്റ് ചെയ്യരുത്. തീർച്ചയായും പോയിട്ട് DD എടുക്കുക. DD എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ കോളേജിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുണ്ട്. ഈ സർട്ടിഫിക്കറ്റിന്റെ കൂടെ ഈ DDയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ DDL എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനൊരു നല്ല ഹ്യൂജ് എമൗണ്ട് തന്നെ നമുക്ക് ഈ കോഴ്സിന് കാണേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ ഫീ എങ്ങനെയാണ് നമ്മൾ അടക്കേണ്ടതെന്ന് മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് മുൻകൂട്ടി നമ്മളെ അക്കൗണ്ടിൽ ഇട്ട് വെക്കേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും, അതായത് ബാങ്കിൽ നിന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ ആരുടെ നിന്നോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് ലോണോ വെച്ച് ഈ പൈസ നമുക്ക് കരുതാവുന്നതാണ്. കുറെ ബാങ്കുകളൊന്നും ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ തരുന്നതായിരിക്കില്ല. അതായത് DNS ഒരു GME കോഴ്സുകൾക്ക്, പിന്നെ വരുന്നത് പുറമേ വരുന്നത് GP റേറ്റിംഗ്, ഇങ്ങനെ ഈ 3 കോഴ്സുകളിലേക്കും ഒരിക്കലും നമുക്ക് എഡ്യൂക്കേഷൻ ലോണ് അവർ തരത്തില്ല. അപ്പോൾ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് BSc നോട്ടിക്കൽ സയൻസിനും പിന്നെ BTech മറൈൻ എഞ്ചിനീയറിംഗ്, അതായത് ഡിഗ്രി കോഴ്സുകൾക്ക് മാത്രമേ നമുക്ക് എഡ്യൂക്കേഷൻ ലോണ് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡ് ലോൺ വെച്ച് നമുക്ക് ഈ ഒരു വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു ഗോൾഡ് ലോൺ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു വർഷം കൊണ്ട് തന്നെ ഈ പഠിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് വീട്ടിൽ എടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് മാത്രമാണ് ഈ ഒരു പൈസ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്ന ഒരു മാനേജറോ ബാങ്ക് മാനേജർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ ലോൺ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ തീർച്ചയായും എനിക്കും ഇത് ഉപകാരപ്പെടും. കാരണം എനിക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ളവർക്കും ഇത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു ബാങ്ക് ഈ ഒരു കോഴ്സിന് എഡ്യൂക്കേഷൻ ലോൺ പാസ്സാക്കി തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് സമീപിക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ IMU CTയുടെ എക്സാം ഒക്കെ എഴുതി റിസൾട്ടൊക്കെ വന്ന് ഫസ്റ്റ് അലോട്ട്മെന്റ് സീറ്റ് കിട്ടിയവർക്കൊക്കെ കൺഗ്രാറ്റുലേഷൻ. സോ സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയവർക്ക് എന്റെ കൺഗ്രാറ്റുലേഷൻ. സോ സെക്കൻഡ് അലോട്ട്മെന്റ് ഒരു തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് വളരെ നന്ദി, നമസ്കാരം. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ വിജയിപ്പിക്കുക. ഓക്കെ, ഇനിയും കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ ഇനി അടുത്ത വീഡിയോസിൽ ഞാൻ വരുന്നതായിരിക്കും. സോ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. അതേപോലെ തന്നെ മർച്ചന്റ് നേവിയുമായിട്ടുള്ള മറ്റുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാനിത് വരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. സോ എന്തായാലും വളരെ നന്ദി, നമസ്കാരം. താങ്ക് യു.